അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി കണ്ടു. സോ ദിലീപിന്റെ 150ാമത് ചിത്രമാണിത്. ഈ പടത്തിന് പോണ സമയത്ത് ഇതിന്റെ ഒരു വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഴുത്തുകാരന്റെ പേരാണ് ഷാരിസ് മുഹമ്മദ്. പുള്ളിക്കാരൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പടങ്ങളായ പോലെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ പുള്ളിക്കാരൻ പൊളിറ്റിക്സ് അത്യാവശ്യം അതിൽ പറയലുണ്ട്, പുള്ളിക്കാരന്റെ പൊളിറ്റിക്സുകൾ. അപ്പോ ഇപ്പൊ ജനഗണമനയൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ത്രൂ ഔട്ട് ഒരു പുള്ളിക്കാരന്റെ പൊളിറ്റിക്സാണ് പുള്ളിക്കാരൻ അതിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി പബ്ലിക് സ്പീക്കിങ്ങിന് ആയാൽ പോലും അത് യൂസ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഇതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്താ വെച്ചാൽ ഇതിൽ പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഒരു കോമഡി പടം മാത്രമാവില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സോഷ്യൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതില് ഡയറക്ഷൻ വിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പുതിയ ഡയറക്ടറാണ്, ആദ്യമായിട്ടാണ് ഒരു പടം ചെയ്യുന്നത്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്, മാജിക് ഫ്രെയിംസിന്റെ. സോ ഇതില് സാധാരണ നമ്മൾ ദിലീപ് പടങ്ങൾ കാണുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ദിലീപ് പടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത വെച്ചാല് പുള്ളിക്കാരൻ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് കോമഡി ചെയ്യണ പോലത്തെ ഫീൽ വന്നിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് കുറെ ഒച്ചവിളിയൊക്കെ ഉണ്ടാക്കി കുറെ എന്തൊക്കെയോ കാട്ടാൻ ശ്രമിച്ച പോലത്തെ ഫീൽ ആയിരുന്നു പുള്ളിക്കാരന്റെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് പടങ്ങൾ. പക്ഷെ ഈ പടത്തില് അതൊന്നൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം തിരിച്ച് ഒരു കംബാക്ക് വരുന്നൊക്കെ വിചാരിച്ചാൽ പോലെ, പക്ഷെ കംബാക്ക് എന്നുള്ളതല്ല, നമുക്ക് ഇനിയും ഈ ദിലീപിന്റെ പെർഫോമൻസ് ഇനിയും നമുക്ക് വരാനുണ്ട്. അല്ലെങ്കിൽ ദിലീപിന്റെ കുറച്ചുകൂടി കിടിലൻ സാധനങ്ങൾ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള നമുക്ക് ഒരു എന്റർടൈൻമെന്റ്, ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ പോലെ വന്നിരുന്ന ആ ഒരു ഫീൽ തരാനുള്ള ദിലീപ് ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിക്കാരന്റെ ഒരു പൊട്ടൻഷ്യൽ ഇനിയും അവിടെ പുറത്ത് എടുക്കാനുണ്ട്, ഇനി ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പക്ഷെ ഈ പടത്തില് കുറെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ആ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കോമഡി എന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു സെറ്റിൽ ആയിട്ടുള്ള രീതിക്ക് കോമഡി ചെയ്യാൻ ഇതിൽ നോക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടം ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതില് കുറച്ച് ഫ്ലോസുകൾ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞ കുറച്ച് സെക്കൻഡ് ഹാഫിൽ കുറച്ച് തകരാറുകളുണ്ട്. ഒരു സുഖമില്ലായ്മ കുറച്ച് വന്നെങ്കിൽ പോലും ഇത് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫൺ മൂവി തന്നെയാണ്. സോ ഇതില് മെയിൻ ആയിട്ട് പറയേണ്ടത്, ഇത് ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുക. ഒരു ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ സ്കൂളൊക്കെ അടച്ചിട്ടുള്ള കുട്ടികളെ കൂട്ടിയിട്ട് ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ അത് എൻഡ് വരെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 3 ഫ്ലോസ് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു നിറഞ്ഞൊരു ഫാമിലി ഒക്കെ ഉള്ള തിയേറ്റർ ആണെങ്കിൽ എല്ലാവർക്കും ചിരിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ പടങ്ങള് കഥ മാത്രം ഓറിയന്റഡ് ആയിട്ട് ആസ്വദിക്കാൻ പോണ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പറ്റിക്കണമെന്നില്ല. അത് എൻജോയ് ചെയ്ത് ഫണ്ണായിട്ട് കണ്ടുവരാം. ദിലീപിനൊക്കെ പെർഫോമൻസുകളൊക്കെ കണ്ടുവരാന്ന് വിചാരിച്ചിട്ട് അവരെ കോമഡികളൊക്കെ കേട്ട് ചിരിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ഇത് നല്ലതാണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആവും. കാരണം ഫാമിലി ഓഡിയൻസിന് ഇത് 100% നീതി പുലർത്തും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ കഥാപശ്ചാത്തലം എന്താ വെച്ചാല്, ദിലീപ് അതുപോലെ ബ്രദറായിട്ട് ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ഒരു ബ്രദറും കൂടി ഉണ്ട്. ഇങ്ങനെ 3 മക്കളാണ്. ഇപ്പൊ പ്രിൻസ്, ജിൻസ്, ഷിൻസ്, ഇങ്ങനെയാണ് അവരുടെ പേര്. വേറെ അച്ഛനാണ് സിദ്ദീഖ്, അമ്മ ബിന്ദു പണിക്കർ. മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സ്, ഓരോ ആക്ടേഴ്സ്, മഞ്ജു പിള്ള, ഊർവശി, അതുപോലെ സിദ്ദീഖ്, ഇങ്ങനെ മിക്ക ആൾക്കാരും അത്യാവശ്യം പെർഫോമൻസ് മീൻസ് നമ്മൾ ഇപ്പൊ കണ്ട് തഴക്കവും വഴക്കം വന്നുള്ള ആക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇപ്പൊ ജോൺ ആന്റണി പോലെ അവരൊക്കെ സപ്പോർട്ടിങ് കൊടുക്കുന്ന കൗണ്ടറുകൾ, അതിന്റെ കോമഡിക്ക് കൊടുക്കുന്ന ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ചിരി വരാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നമുക്കറിയാലോ, കോമഡിക്കൊക്കെ സിദ്ദീഖ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ കോടതി സംശയം വയ്ക്കലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്താണ് പുള്ളിക്കാരൻ അച്ഛനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെ സാധനം ഇതില് അങ്ങനത്തെ ഒരു കഞ്ചാവ് അടിച്ചൊന്നും അല്ലെങ്കിൽ പോലും വേറെ ടൈപ്പ്, പക്ഷെ രസമാണ്, നല്ല രസമായിരുന്നു. അതുപോലെ ബിന്ദു പണിക്ക് നല്ല രസമായിരുന്നു. മഞ്ജു പിള്ള കോമഡി ഒന്നും അധികമില്ല, കുറച്ച് സീനുകളുണ്ട്. പക്ഷെ സീരിയസ് അഭിനയിക്കാനുള്ള കുറെ ഏരിയകളുണ്ട്. പൂർവശി കോമഡി ക്യാരക്ടർ അല്ല അതിൽ, പക്ഷെ പോലും പെർഫോമൻസ് നമുക്ക് കുറെ പേരെ കണ്ടൊരു ഫീൽ വരും. കുറെ നമ്മൾ കണ്ട് കുറെ പേര് ഒരുമിച്ച് കാണാൻ നമുക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നുള്ളൊരു പടം. അപ്പൊ ഇതിന്റെ കഥാപശ്ചാത്തലം എന്ന് വെച്ചാൽ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ ആള് കല്യാണം കഴിക്കാത്ത അത്യാവശ്യം ഏജുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ കുറെ പെണ്ണുങ്ങൾ വരുന്നത്, ആ പെണ്ണുങ്ങളായിട്ടുള്ള കുറച്ച് കോമഡി കാര്യങ്ങളും പിന്നെ കല്യാണം കഴിക്കാൻ ശ്രമിക്കണതും അതിലുണ്ടാവുന്ന പാളിച്ചകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നതും, പിന്നെ ആ ഒരു പെണ്ണ് പറയുന്നത് ഒരു വ്ളോഗറാണ്, ശരിക്കും ഫാമിലി വ്ളോഗർ. അപ്പൊ ഈ ഫാമിലി വ്ളോഗർ എന്ന് പറയുമ്പോൾ അതാണ് സെക്കൻഡ് ഹാഫ് ശരിക്കും ആ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ചുള്ള ക്രിട്ടിസൈസേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ഫാമിലി വ്ളോഗിൽ ഉണ്ടാവുന്ന എന്തൊക്കെ ഫോൾട്ട്സ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒരാളുടെ ലൈഫിൽ പ്രൈവസി ഇല്ലാതായിട്ട് സോഷ്യൽ മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആവണം ഉണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ആണ് സെക്കൻഡ് ഹാഫ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ആംഗിളിൽ കാണുന്ന സമയത്ത്
എനിക്കൊക്കെ പലപ്പോഴും പല യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഇവർക്കൊന്നും ചിലപ്പോ നമ്മള് ചില യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ തോന്നില്ല നമുക്ക് ഇവർക്കൊന്നൊരു എന്ത് കട്ടി തൊലിയാണെന്നൊക്കെ തോന്നുന്നത്, നല്ല നമ്മളിത്ര തൊലിയാണെന്നൊക്കെ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ആൾക്കാരുടെ ലൈഫ് എടുത്ത് കാണിച്ച പോലെയാണ് സെക്കൻഡ് ഹാഫ് ഫീൽ ചെയ്തത്. സോ ആ ഒരു ആസ്പെക്ടിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ ചിലപ്പോ ഇന്റെ കൂടെ തിയേറ്റർ ഉണ്ടായിരുന്നവർക്ക് പലരും ചില സീരിയസ് സിറ്റുവേഷൻസ് ആ സമയത്ത് വന്ന സീരിയസ് സിറ്റുവേഷൻസ് കേട്ട സമയത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ചിലപ്പോ ആ ഒരു പെർഫോമൻസ്, ആ ഒരു നടിയുടെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും ചിലപ്പോ. കാരണം ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലരും കാണുന്നുണ്ട്, ഞാൻ പേരൊന്നും എടുത്തു പറയും, പക്ഷെ നമ്മൾ പലരും ഇപ്പൊ കാണുന്നുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് മീഡിയ അതിന്റെ പിന്നാലെ പോണ പോലത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ അതുപോലെ പോണ സംഭവമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തത്. സോ പിന്നെ ഇതിൽ പറയേണ്ട കാര്യം, ധ്യാൻ ശ്രീനിവാസൻ ഈ പടത്തിൽ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം വലിയ റോളൊന്നുമില്ല, അത്രയും അത്യാവശ്യം ഫേസ് വാല്യൂ ഉള്ള ഒരു നടനാണല്ലോ എന്തുണ്ടെങ്കിൽ പോലും. അപ്പൊ ആ നടന് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ക്രീൻ ടൈമും കുറവ്, ഡയലോഗും കുറവ് എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്, ആ റോൾ എന്തിനു കൊടുത്തു എന്നുള്ളതൊന്നും മനസ്സിലായില്ല. കുറച്ച് നേരം ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ബാക്കി ജോണിയാന്റിന്റെ ഡയലോഗ് അടിപൊളിയായിരുന്നു. സോ ഇതാണ് കഥ. അപ്പൊ ഒരു സോഷ്യൽ മെസ്സേജ് വിത്ത് ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഫാമിലി എന്റർടൈൻമെന്റ്, ഫാമിലി പടം. പണ്ട് നമ്മൾ പറഞ്ഞ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ പോലെ ഫാമിലിക്കുള്ള പടമാണ്. എൻജോയ് ചെയ്ത് കണ്ടുപോരാം. സോ നിങ്ങളിത് പോയി കണ്ടു നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇതൊരു വളരെ മിക്സ്ഡ് ആയിട്ട് വരാനാണ് സാധ്യത ഇതിന്റെ റിവ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെയധികം ഇഷ്ടപ്പെടുന്നല്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വാച്ചബിൾ ആയിട്ട് തോന്നി, എനിക്ക് അങ്ങനെ ഒരു ബോറടി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. നന്ദി.